അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി ത്വരീഖത്തും ഷെയ്ഖുമായി ബന്ധപ്പെട്ട് കാര്യമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പ്രഭാഷണമാണ് കുർവാ സംഘം തലവൻ ബ്ലോക്കുൽ ഉലമ നൗഷാദ് വട്ടൂരിൽ നിന്ന് നാം കേട്ടത്. കുർവാ സംഘം തലവൻ ബ്ലോക്കുൽ ഉലമ നൗഷാദ് വട്ടൂരി ഷെയ്ഖായി പരിചയപ്പെടുത്തിയ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് ഞാൻ അവനെ കുപ്രസിദ്ധനാക്കുന്നില്ല. ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ അങ്ങനെയൊക്കെ ചില പ്രവണതകളുണ്ട്. വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർക്ക് മാനസിക രോഗമുള്ളത് കൊണ്ടാണ് ബലാത്സംഗം ചെയ്തത്, കൊള്ളയടിച്ചത്, ചാരപ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എഴുതിത്തള്ളും. ഇതുപോലെ കോമാട്ടുചാലിൽ അബ്ദുള്ളയെ ഒരു കുപ്രസിദ്ധനാക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മറ്റു ചില സംശയങ്ങളും കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് മാനസിക രോഗമല്ലെങ്കിൽ കോമാട്ടുചാലിൽ അബ്ദുള്ളയുമായി നൗഷാദ് പിണങ്ങിയിരിക്കുന്നു. നൗഷാദിനെന്തോ കല്ലുകടി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ അസൂയ കൊണ്ടുള്ള ദേഷ്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിബന്ധനയോടുകൂടി ആയിരിക്കാം നൗഷാദിനോട് കുരുവട്ടൂരി ത്വരീഖത്തിൽ ചേരാൻ പറഞ്ഞത്. അത് നടപ്പാക്കി കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ അവർ രണ്ടുപേരും തെറ്റിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നുമല്ലെങ്കിൽ കോമാട്ടുചാലിൽ അബ്ദുള്ള ഷെയ്ഖാണെന്ന് നൗഷാദ് വട്ടൂരി അംഗീകരിക്കുന്നില്ല, ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. നൗഷാദിന്റെ പ്രഭാഷണങ്ങളും ആ പ്രഭാഷണങ്ങൾ അവരുടെ ഗ്രൂപ്പുകളിൽ സജീവമായി പ്രചരിപ്പിക്കുന്നതും കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തെറിയൂരി കുഞ്ഞഹമ്മദ് എന്ന മുരീദിന്റെ ഒരു വീഡിയോ അത് കേട്ടതിന് ശേഷം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞങ്ങളുടെ മശായിഖന്മാരുടെ നിർദ്ദേശത്തില് ഞങ്ങൾ ശംസുൽ ഉലമയുടെ മദ്ഹ് പറയാൻ തുടങ്ങി. അതിന് ഏതെങ്കിലും ഒക്കെ ആൾക്കാർ കയറിയിട്ട് ശംസുൽ ഉലമയുടെ മദ്ഹ് പറയാൻ ഇവർക്കെന്താ അവകാശം, അനക്കെന്താ അവകാശം? ഞങ്ങൾക്ക് ഞങ്ങളുടെ മശായിഖന്മാരുടെ നിർദ്ദേശം. തെറിയൂരി കുഞ്ഞഹമ്മദ് ചോദിക്കുന്നത്, ശംസുൽ ഉലമയുടെ മദ്ഹ് ഞങ്ങൾ പറയും, അത് പറയണ്ട എന്ന് പറയാൻ നീ ആരാണ് എന്നാണ് സമസ്തയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ നവാസ് ദാരിമിയോട് തെറിയൂരി കുഞ്ഞഹമ്മദ് ചോദിക്കുന്നത്. നവാസ് ദാരിമി പറയണ്ട എന്ന് പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, കാന്തപുരം ഉസ്താദിനെ സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പൊക്കി നടന്നു. അവസാനം പറഞ്ഞു സുൽത്താനുൽ ഉലമ എന്ന് കാന്തപുരം ഉസ്താദിനെ വിളിക്കാൻ പറ്റുകയില്ല. കാന്തപുരം ഉസ്താദ് കുഴപ്പക്കാരനാണ്, കാന്തപുരം ഉസ്താദ് ഫിത്തനക്കാരനാണ്, ഗ്രാൻഡ് മുഫ്തിയല്ല ഗ്രാൻഡ് മുഫ്തിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ തരം താഴ്ത്താൻ തുടങ്ങി. ശേഷം ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് യഥാർത്ഥ പണ്ഡിതൻ, സയ്യിദുൽ ഉലമയാണ്, ശംസുൽ ഉലമ മുസ്ലിമീങ്ങൾക്ക് വരദാനമായി നൽകിയ മഹാനാണ് എന്നൊക്കെയായിരുന്നു പുകഴ്ത്തിയിരുന്നത്. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോഴും അപ്പോഴും ആ അഭിപ്രായം തന്നെയാണ്. എന്നാൽ കുരുവട്ടൂരികൾക്ക് പിന്നീട് അതിൽ മാറ്റം വന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങള് സയ്യിദുൽ ഉലമയല്ലാതായി മാറി, ശംസുൽ ഉലമയുടെ വരദാനമല്ലാതായി മാറി, സലാം സുല്ലമിയുടെ വരദാനമായി, വഹാബിയായി, സലാം സുല്ലമിയുടെ പിൻഗാമിയായി സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കുറെ കാലം കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങളുടെ ഷെയ്ഖാണെന്ന് പറഞ്ഞു നടന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ ഫോട്ടോയൊക്കെ വെച്ചു. പിന്നീട് അവർ പറയുന്നത് കേൾക്കുന്നത്, പേരോട് ഉസ്താദിന്റെ വാദം കണ്ണിയത്ത് ഉസ്താദിനുണ്ട്, അതുകൊണ്ട് തന്നെ കണ്ണിയത്ത് ഉസ്താദും വഹാബിയാണെന്നാണ്. ഇതുപോലെ ശംസുൽ ഉലമയെ എപ്പോഴാണ് അവർ വലിച്ചെറിയുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശംസുൽ ഉലമയെ കുറിച്ച് പറയണ്ട എന്ന്
നവാസ് ദാരിമി പറയാനുണ്ടായ കാരണം. മറ്റൊരു കാരണം, ശംസുൽ ഉലമയെ പുകഴ്ത്തുകയും സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഇകഴ്ത്തുകയും പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പുകഴ്ത്തുകയും ചെയ്യുന്ന പ്രവണതയാണ് ഇപ്പോൾ കുരുവട്ടൂരികളിൽ കാണാൻ കഴിയുന്നത്. ലീഗ് അനുകൂലികളായ സമസ്തക്കാരോടൊപ്പമാണ് അഥവാ സുഹാബികളോടൊപ്പമാണ് കുരുവട്ടൂരികളും സംഘവും ഉള്ളത്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് EK സമസ്തയെ പിളർത്താനുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നത് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ കുരുവട്ടൂരി ആലയത്തിൽ വെച്ചാണ്. അതിനുള്ള നന്ദിയാണ് സുഹാബികളായ സമസ്തക്കാർ കുരുവട്ടൂരികളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത്, അവർക്ക് സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നത്, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതാണ് നവാസ് ദാരിമി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. കാന്തപുരം വിഭാഗത്തെയൊക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് നമ്മളിൽപ്പെട്ട ചില സുഹാബികൾ അതിന് വേദിയൊരുക്കി കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. അവരെ പറ്റിയാണല്ലോ പറയുന്നത്. സുന്നികൾ ചെയ്യൂല, നമ്മളെ യഥാർത്ഥ സമസ്തക്കാർ ചെയ്യൂല. സുഹാബികളായിട്ടുള്ള ആളുകൾ അവിടെ സ്ഥലം കൊടുക്കും, എന്നിട്ട് ഇവരെ മുമ്പിൽ വന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് നിന്ന് കൊടുക്കും. ആക്ഷേപിക്കുമ്പോൾ കാന്തപുരത്തെയോ അല്ലെങ്കിൽ അവരെ പണ്ഡിതന്മാരെയൊക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് ചിരിച്ചു കൊടുക്കാനൊക്കെ സുഹാബി വിഭാഗം ഒരു പക്ഷേ ഉണ്ടായി എന്ന് വന്നേക്കാം. പക്ഷേ നമ്മൾ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു. ഇനി കുരുവട്ടൂർ വിഭാഗവും ഒന്ന് ഓർക്കണം. ഞങ്ങൾക്ക് കാന്തപുരം വിഭാഗം സുന്നികളെ പറഞ്ഞാലും അതുപോലെ ഞങ്ങളെ വിഭാഗം സുന്നികളെ പറഞ്ഞാലും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഞങ്ങളെ സയ്യിദുൽ ഉലമ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ശംസുൽ ഉലമ 40 വർഷത്തോളം സെക്രട്ടറി ആയിട്ടുള്ള സമസ്തയെ നശിപ്പിച്ചുകൊണ്ട് അത് പിളർത്തിയിട്ട് നൗഷാദിനും കോമാട്ടുചാലിൽ അബ്ദുള്ളക്കും ഒരു പുതിയ പണ്ഡിത സഭ രൂപീകരിക്കണം. അതിനുവേണ്ടിയാണ് സമസ്ത ആദർശവേദി എന്ന അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ നളന്തയിൽ വെച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ അതിനു വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ നിർദ്ദേശത്തോടുകൂടി നൗഷാദും തൊറിയൂർ കുഞ്ഞഹമ്മദും സമദ് ആനവരിയും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇതവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് അവർക്കും ഉറപ്പാണ്. നിഷേധിക്കട്ടെ, അപ്പോൾ നമുക്ക് കാണാം. ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ കുരുവട്ടൂരികൾ നിഷേധിച്ചതായി കണ്ടിട്ടില്ല. കാരണം അവർക്കുമറിയാം നിഷേധിച്ചാൽ കുടുങ്ങുമെന്ന്. അവരുടെ ഗ്രൂപ്പിൽ ഞാനുണ്ടെന്ന് അവർക്കുമറിയാം. ഏറ്റവും ചുരുങ്ങിയത് സുഹാബികളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. വഹാബിസത്തെ അനുകൂലിക്കുന്നവരാണ് സുഹാബികൾ. അവർ ഞങ്ങളുടെ പരിപാടിക്ക് പങ്കെടുക്കരുത്. നിങ്ങളോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം വെറുപ്പാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? എന്തിനേറെ പറയണം, പട്ടിക്കാട് ജാമിഅ നൂരിയയിലുള്ള മുദരിസായിട്ടുള്ള ഒരു സുഹാബി ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥം പദ്യരൂപത്തിലാക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി അയാളുടെ നാട്ടിലോ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമീപത്തോ ഇവർ പോകാത്തതെന്തുകൊണ്ട്? പ്രതികരിക്കാത്തതെന്തുകൊണ്ട്? അവരെ എതിർക്കാത്തതെന്തുകൊണ്ട്? പേരോട് ഉസ്താദോ പൊന്മൾ ഉസ്താദോ അബ്ദുൽ ഹക്കീം ഉസ്താദോ എവിടെയെങ്കിലും ഒരു പരിപാടി വച്ചാൽ അവിടെ കോടിയെത്തുന്ന കുരുവട്ടൂരികൾ എന്റെ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ഒരു സുഹാബിയായ മുദരിസ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥം പദ്യരൂപത്തിലാക്കിയിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ അവർ പോയില്ല. അയാളുടെ നാട്ടിൽ പോയില്ല, പോവുകയില്ല. കാരണം സുഹാബികളും കുരുവട്ടൂരികളും ഒറ്റക്കെട്ടാണ്. അവർ EK സമസ്തയെ പിളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അത് പിളർത്തിയതിനു ശേഷം സമസ്ത ആദർശവേദിയുടെ ആളുകളുമായി കൂട്ടുചേർന്നുകൊണ്ട് സുഹാബികളുമായി കൂട്ടുചേർന്നുകൊണ്ട് ഒരു പണ്ഡിത സഭയുണ്ടാക്കുകയും അതിൻ്റെ തലപ്പത്ത് കോമാട്ടുചാലിൽ അബ്ദുള്ളയും നൗഷാദ് വട്ടൂരിയും കുടിയിരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് സുഹാബികൾക്കെതിരെ അവർ ഒന്നും മിണ്ടാത്തത്.
അതുകൊണ്ടാണ് നവാസ് ദാരിമി ശംസുൽ ഉലമയുടെ പേര് പറയരുത്, അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന് കുരുവട്ടൂരികളോട് പറഞ്ഞത്. അതിന് അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത് നിഷേധിക്കുകയോ മറുപടി പറയുകയോ ചെയ്താൽ ബാക്കി അപ്പോൾ പറയാം. വിഷയത്തിലേക്ക് വരാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട നൗഷാദിന്റെ ക്ലിപ്പ് നമുക്ക് ആദ്യം കേൾക്കാം. ഇ കെ ഉസ്താദിന്റെ ഒരു അംഗീകാരമാണ്, മശായിഖന്മാർ അവർ അംഗീകരിച്ചു എന്നതിന്റെ രേഖയാണ് അവരുടെ സ്ഥാനപ്പേര്. ഇന്നും കണ്ടോ നിങ്ങൾ, ശംസുൽ ഉലമ എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്, എഴുതുന്നതും ശംസുൽ ഉലമ എന്നാണ്. അതേസമയത്ത് സുൽത്താനുൽ ഉലമ എന്ന് ഇവർ പറയുന്ന പണ്ഡിതരുണ്ട്. ആ പണ്ഡിതരെ സംബന്ധിച്ച് മറുപക്ഷത്തുള്ളവരോ അല്ലെങ്കിൽ പൊതുജനമോ അങ്ങനെ ഒരു സംസാരിക്കാറില്ല. കാരണം അത് മശായിഖന്മാരെ അംഗീകാരത്തോടുകൂടി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം. മശായിഖന്മാരുടെ പിന്തുണയും അംഗീകാരവുമാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, നൗഷാദ് പറയുന്നത് സുൽത്താനുൽ ഉലമ എന്ന പേര് കാന്തപുരം ഉസ്താദിന് നൽകിയത് അനുയായികൾ ഇട്ടുകൊടുത്ത പേരാണെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് വിളിക്കുകയില്ല എന്നാണ്. മറ്റൊരു വീഡിയോ കൂടി കേട്ടതിന് ശേഷം സമ്മതിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാം. अल्लाह अभी तो हमारे उस्ताद, हमारे शेख, हमारे तो सब कुछ हैं. कमरुल उलमा, सुल्तानुल उलमा, शेखुना एपी उस्ताद. अभी उस्ताद आए थे, तशरीफ लाए थे. अब तो हम लोगों के लिए सब कुछ हो गया है. अब यहाँ एक और दुआ की जरूरत ही नहीं है. जब उनका दुआ हो गया तो बस ये महफिल वसूल हो गया. हम ये अकीदतमंद वाले हैं, हम ये यकीन रखते हैं, यही हमारा ईमान है. हमारे से कुतुबुल आलम क़द्दसल्लाहु सिर्रहुल अजीज, उनका हुक्म यही है, शेख साहब के साथ दिया करो और उनके साथ दीन के लिए खिदमत में लगा करो. इसीलिए हम उनके साथ हैं. കേട്ടല്ലോ സഹോദരങ്ങളെ, സാക്ഷാൽ കോമാട്ടുചാലിൽ അബ്ദുള്ളയാണിത്. അഥവാ നൗഷാദ് ഷെയ്ഖാണെന്ന് പരിചയപ്പെടുത്തിയ സാക്ഷാൽ കോമാട്ടുചാലിൽ അബ്ദുള്ള, ഇവനാണ് കാന്തപുരം ഉസ്താദ് സുൽത്താനുൽ ഉലമയാണെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് മാനസിക രോഗമാണെന്ന് നൗഷാദ് സൂചന നൽകിയതായി ഞാൻ പറഞ്ഞിട്ടുള്ളത്. മറ്റ് 2 ഓപ്ഷനുകളും ഞാൻ വെച്ചിട്ടുണ്ട്. സുൽത്താനുൽ ഉലമ എന്ന പേര് അനുയായികൾ വെച്ചു കൊടുത്ത പേരാണ്, അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുകയില്ല എന്ന് പറഞ്ഞത് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നൗഷാദ് അവകാശപ്പെടുന്നത്. അതേ കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് സുൽത്താനുൽ ഉലമയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് മാനസിക രോഗമല്ലേ? അല്ലെങ്കിൽ അയാൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുകയും മുരീദന്മാരോട് വിളിക്കരുതെന്ന് പറയുകയും വിളിക്കുന്നവരെ ഇല്ലാതാക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കണമെങ്കിൽ മാനസിക രോഗമാവണ്ടേ? അതല്ല എങ്കിൽ നൗഷാദ് കോമാട്ടുചാലിൽ അബ്ദുള്ളയെ ഷെയ്ഖായി കാണുന്നില്ല. കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ ചെലവിൽ മറ്റാരെയോ ഷെയ്ഖായി കണ്ടുകൊണ്ട് അവനത് പ്രചരിപ്പിക്കുകയാണ്. കുയിലിന്റെ സ്വഭാവം എടുക്കുകയാണോ? ഷെയ്ഖാണെങ്കിൽ സുൽത്താനുൽ ഉലമ എന്ന പേര് ഷെയ്ഖ് വിളിച്ച പേരല്ല എന്ന് നൗഷാദ് പറയില്ലല്ലോ. അതുമല്ലെങ്കിൽ കോമാട്ടുചാലിൽ അബ്ദുള്ളയുമായി ഇപ്പോഴെന്തോ ചെറിയ പടലപ്പിണക്കത്തിലാണ്, ആ ദേഷ്യം തീർത്തതാണ്. അങ്ങനെ കോമാട്ടുചാലിൽ അബ്ദുള്ളയെ ആ ദേഷ്യം കൊണ്ട് ഒന്ന് വഷളാക്കാമെന്ന് കരുതിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ ഏതിലാണ് നൗഷാദ് പെടുത്തിയിട്ടുള്ളത് എന്ന് നൗഷാദ് തന്നെയാണ് പറയേണ്ടത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.